GM കോമേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു ട്രയൽ ബാലൻസ് ആണ് ഇപ്പം നമ്മൾ തയ്യാർ ചെയ്തിരിക്കുന്നത്. അതായത് 30/6/2020 ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഈ ട്രയൽ ബാലൻസിൽ നിന്ന് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ചില കേസിൽ രണ്ടും ഒരുമിച്ച് ചെയ്യും. മറ്റ് ചില കേസിൽ ട്രേഡിംഗ് അക്കൗണ്ട് ആദ്യം ചെയ്യും, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യും. ഈ ട്രയൽ ബാലൻസിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ആദ്യമായിട്ട് രണ്ടും ഒന്നിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യാണ്. അത് എങ്ങനെയെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് 2950 ഉണ്ട്. ഇത് ട്രയൽ ബാലൻസിലുണ്ട്, ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഐറ്റം. ഇനി രണ്ടാമത് പർച്ചേസസ് ആണ്. ഈ പർച്ചേസസ് 8417 ട്രയൽ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നു. പക്ഷെ അതിൽ 390 രൂപയുടെ സാധനം നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയത് തിരിച്ചു കൊടുക്കുമ്പം അത് നമ്മൾ ഇന്നർ കോളത്തിൽ കാണിക്കണം. അതായത് പർച്ചേസസ് 8417 എന്ന് ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് ലെസ് റിട്ടേൺസ് ഔട്ടേഴ്സ്, അതായത് പർച്ചേസ് റിട്ടേൺസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് 390 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 8027 എന്ന് കിട്ടും. ഇനി ക്യാരിയേജ് ഇൻവേഴ്സ്, അതായത് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് നമ്മുടെ ഗോഡൗണിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ചിലവാണ്. അത് ക്യാരിയേജ് ഇൻവേഴ്സ്, അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് 220 എന്ന് എഴുതി വെച്ചു. ഇനി അടുത്തത് ട്രേഡ് എക്സ്പെൻസസ്, അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങി നമ്മുടെ ഗോഡൗണിൽ കൊണ്ടുവരുന്നതിന് മറ്റ് ചില ചിലവുകൾ വരും. അപ്പോൾ അതിനാണ് ട്രേഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അത് നമ്മൾ 490 എന്ന് എഴുതി വെച്ചു. ഇനി അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ സെയിൽസ് 14720 എന്ന് വരും. ഇനി അതിൽ റിട്ടേൺസ് ഇൻവേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ 14720 രൂപയുടെ സാധനം വാങ്ങിയിട്ട് അതിൽ നിന്നും 470 രൂപയുടെ സാധനം 14720 രൂപയുടെ സാധനം നമ്മൾ വിറ്റു. ആ വിറ്റതിൽ നിന്ന് 470 രൂപയുടെ സാധനം തിരിച്ചു വന്നു. അപ്പോൾ അത് കുറച്ച് നമ്മൾ ബാക്കി 14250 ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് ആണ്, ഇത് പർച്ചേസ് റിട്ടേൺസ്. അപ്പം ഇത് നെറ്റ് വാല്യൂ ഇവിടെ എഴുതി. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പം 3620, അത് ട്രയൽ ബാലൻസിൽ ചേർത്തിട്ടില്ല. അത് ട്രയൽ ബാലൻസിൻ്റെ ഏറ്റവും അവസാനമായി തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് 3620 എന്ന്. ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡ് കൂട്ടി, അപ്പം 17870 എന്ന് വന്നു. ഇനി ഡെബിറ്റ് സൈഡ് നമ്മൾ കൂട്ടിയപ്പോൾ കുറവാണ്. അപ്പോൾ കുറവുള്ള ഈ കൂടുതലുള്ള ഐറ്റത്തിൽ നിന്ന് കുറവുള്ള ഐറ്റം, അതായത് സെയിൽസിൽ നിന്ന് പർച്ചേസും അതിൻ്റെ എക്സ്പെൻസും കൂടി ഉള്ള വ്യത്യാസം കണ്ടപ്പോൾ അത് 6183 രൂപയാണ്. അപ്പോൾ അത് നമ്മളിവിടെ ക്യാരി ഡൗൺ ചെയ്തു. ഇപ്പോൾ രണ്ട് സൈഡുകളെ ഈക്വൽ ചെയ്തു. 17870 വീതം രണ്ട് സൈഡിലും വന്നു. ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നിന്നാണ് കടമെടുത്തത് 6183 രൂപ. അത് ബൈ ഗ്രോസ് പ്രോഫിറ്റ് BD എന്ന് ഇവിടെ എഴുതി വെച്ചു. അപ്പോൾ മൊത്തം ആദായം നമുക്ക് 6183 രൂപയുണ്ട്. ഇനി വീണ്ടും അടുത്ത് ഇവിടെ മുതൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആരംഭിക്കുകയാണ്. ഇത് ഇവിടെ മുതൽ ഇവിടം വരെ ട്രേഡിംഗ് അക്കൗണ്ട് ആയിരുന്നു. ഇവിടുന്ന് താഴോട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അപ്പോൾ അതിൽ സാലറീസ് 540 എന്ന് എഴുതി വെച്ചു. എന്നിട്ട് പറയുന്നു 75 രൂപ കൊടുക്കാനുണ്ടെന്നാണ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 540 രൂപ സാലറി കൊടുത്തു. ആ കൂട്ടത്തിൽ നമ്മൾ കൊടുക്കാനുള്ളത് കൂടെ കൂട്ടി, അങ്ങനെ 615 രൂപയാണ് സാലറി ഐറ്റത്തിന് നമുക്ക് ചിലവായത്. ഇതിൽ 540 നമ്മൾ കൊടുത്തുള്ളൂ, ബാക്കി നമ്മൾ കൊടുക്കാനുണ്ടെങ്കിലും അത് നമ്മൾ ഈ അക്കൗണ്ടിൽ കാണിക്കണം. ഇനി അതുപോലെ തന്നെ വേജസ് 4500 രൂപയാണ് വേജസ് കൊടുത്തത്. അതിന് കൊടുക്കാനുണ്ട് 68 രൂപ. അത് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളതാണ്. അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളത് നമ്മൾ ഇവിടെ ചേർക്കണം. അങ്ങനെ 4568 എന്ന് എഴുതി. ഇനി റേറ്റ്സ് ആൻഡ് ടാക്സസ്, റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസ് 250 ചിലവാണ്. ഡിസ്കൗണ്ട് 210,
ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, നമുക്ക് പണം തരാനുള്ളവരിൽ നിന്ന് നമ്മൾ 190 രൂപ അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എക്സ്പെൻസാണ്. അപ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് 190. ഇനി ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 7.5%, അതായത് 7.5% മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പം മെഷീനറിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1200 രൂപയാണ്. അപ്പോൾ 1200 നമ്മൾ അതിൻ്റെ 7.5% ഡിപ്രീസിയേഷൻ എടുത്തപ്പോൾ 295 രൂപ എന്ന് കിട്ടി. 294.50 അത് 295 എടുത്തു. ഇനി ഇവിടെ ഡിപ്രീസിയേഷൻ 7.5% അത് 90 രൂപ. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 295 രൂപ. ഇതാണ്. അപ്പം ഡിപ്രീസിയേഷൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കൂട്ടണമെന്ന് പറയുന്നുണ്ട് 5%. അത് മൂലധനം ഇവിടെ നമുക്കുള്ളത് ക്യാപിറ്റൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 5890 രൂപയാണ്. അതിൻ്റെ ട്രയൽ ബാലൻസിലുണ്ട്. അതിൻ്റെ 5% എടുക്കുക. അതിൻ്റെ 5% എന്ന് പറയുമ്പോൾ 295 എന്ന് വരും. അപ്പോൾ ഡിപ്രീസിയേഷൻ, മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ 90 രൂപയാണ്. മെഷീനറിയുടെ അത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി അറ്റ് ദ റേറ്റ് ഓഫ് 7.5% എന്നാണ് പറയുന്നത്. മെഷീനറിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1200 രൂപയാണ്. അപ്പം ഇവിടെ ഡിപ്രീസിയേഷൻ നമുക്ക് ചിലവായി, അത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് എടുത്ത് ഇവിടെ എഴുതി വെച്ചു. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 295 ഉണ്ട്. ഇനി ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ ചെയ്തിട്ടുണ്ട് 6183 രൂപ. ഇവിടെ ക്യാരി ഡൗൺ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്തു 6183 രൂപ. ഇനി റെൻ്റ് റിസീവ്ഡ് നമുക്ക് ട്രയൽ ബാലൻസ് പറയുന്നുണ്ട് 315 രൂപ കിട്ടിയെന്ന്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ എ ഡൊണാൾഡ് നമ്മൾ ഒരു 320 രൂപ എ ഡൊണാൾഡിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എ ഡൊണാൾഡിൽ നമ്മൾ ലോൺ വാങ്ങിയിട്ടുണ്ട്. അതിന് നമ്മൾ പലിശ കൂട്ടിയപ്പോൾ 25 രൂപ വന്നു. അപ്പം ഇത്രയും നമുക്ക് കിട്ടാനുമുണ്ട്. ഇനി ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 6523 രൂപ നമുക്ക് ലാഭമുണ്ട്, വരവുണ്ട്. ഇനി അതിൽ നിന്ന് ഈ ചെലവുകളെല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 305 എന്ന് കിട്ടും. ഇത് തമ്മിലുള്ള വ്യത്യാസം, ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും തമ്മിലുള്ള വ്യത്യാസം 305 രൂപ എന്ന് കിട്ടും. ഈ 305 രൂപയാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും, അതായത് അറ്റ ആദായം എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ചേർത്തേക്കുന്നത് പ്രൊവൈഡ് ഫോർ വേജസ് ഡ്യൂ 68. വേജസിന് 68 രൂപ കൊടുക്കാനുണ്ട്, കൊടുത്തില്ല. സാലറീസിന് 75 രൂപ കൊടുക്കാനുണ്ട്, കൊടുത്തില്ല. ഇനി ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് 190 രൂപ കൊടുക്കാനുണ്ട്, അതായത് 5% എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡെറ്റേഴ്സിൻ്റെ ടോട്ടൽ ഇവിടെ നമ്മളുടെ ഈ ട്രയൽ ബാലൻസിൽ പറയുന്നുണ്ട് 3800 എന്ന്. അപ്പോൾ അതിൻ്റെ 5% നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് നഷ്ടമാണ് വന്നേക്കുന്നത്. ഇനി ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി അത് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ഇത്രയും ചിലവുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമുള്ളതാണ് 305 രൂപ. അപ്പം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 305 രൂപയാണ്. ഇവിടെ ക്യാരി ഡൗൺ ചെയ്ത് 305, നമ്മളിവിടെ ബ്രോഡ് ഡൗൺ ചെയ്യണം. ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടം വരെ ട്രേഡിംഗ് അക്കൗണ്ട്, അവിടുന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് ചില കേസിൽ ട്രേഡിംഗ് അക്കൗണ്ട് പ്രത്യേകം പ്രിപ്പയർ ചെയ്യും. അതിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ ഏതാണെന്ന് വെച്ച് അടുത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പ്രത്യേകം എഴുതി വെക്കും. അപ്പോൾ ഇവിടെ നമ്മളിത് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിൻ്റെ ആദ്യം നമുക്ക് ട്രയൽ ബാലൻസിൽ നമ്മൾ കുറേ ഐറ്റംസ് എടുത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മളുണ്ടാക്കി, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ ലാഭം എത്ര എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടി. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇനി അടുത്തത് ആ ട്രയൽ ബാലൻസിൽ നിന്ന് നമ്മൾ
ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി പത്രം. അതായത് 30/6/2020 നമുക്ക് എന്തൊക്കെ സ്വത്തുക്കളുണ്ട്, എന്തൊക്കെ ബാധ്യതകളുണ്ട്. അപ്പോൾ സ്വത്തുക്കളെ നമ്മൾ അസറ്റ്സ് എന്ന് വിളിക്കുന്നു, ബാധ്യതകളെ നമ്മൾ ലയബിലിറ്റീസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ നമ്മളോട് നമ്മൾ അതാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പം അതിന് എഴുതുന്നത് ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് 30/6/2020. 30/6/2020 നമ്മുടെ കയ്യിൽ എന്തൊക്കെ സ്വത്തുക്കളുണ്ട്, ബാധ്യതകളുണ്ട്. സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ അസറ്റ്സ് എന്നാണ് പറയുന്നത്, സ്വത്തുക്കൾ. അപ്പോൾ അത് ഒന്ന് നോക്കിക്കോളൂ. നമ്മൾ ട്രയൽ ബാലൻസ് നോക്കുമ്പോൾ നമുക്കറിയാം ക്യാഷ് ഇൻ ഹാൻഡ് നമ്മുടെ സ്വത്താണ്, 48 രൂപയുണ്ട്. ഇനി സൺട്രി ഡെറ്റേഴ്സ്, നമുക്ക് പലരിൽ നിന്നും പണം കിട്ടാനുണ്ട്. അത് നമ്മൾ കടം കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ. അപ്പോൾ 3800 രൂപയുണ്ട്. ഇനി അതിൽ നിന്ന് അവർക്ക് ഒരു 190 രൂപയുടെ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 5%. അപ്പോൾ ഇതിൻ്റെ 5% 190 വരും. ആ 190 നമ്മൾ കുറയ്ക്കണം. അപ്പം 3800 നമുക്ക് കിട്ടാനുണ്ട്, പക്ഷേ അത്രയും നമുക്ക് കിട്ടിയില്ല. കാരണം 5% നമ്മൾ ഡിസ്കൗണ്ട് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി 3610. അപ്പോൾ 3610 നമ്മുടെ സൺഡ്രി ഡെറ്റേഴ്സിൽ നിന്നും കിട്ടാനുള്ളത്. ഇനി ലോൺ ടു എ ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരാളിന് നമ്മൾ 320 രൂപ വായ്പ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സ്വത്താണ്. ഇനി മെഷീനറി 1200 രൂപയുണ്ട്. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, 7%. അത് ട്രയൽ ബാലൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 90 രൂപ വരും. അപ്പോൾ 1200 നിന്ന് 90 കുറച്ചപ്പോൾ നമുക്ക് 1110 ഉള്ളത്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നത്, 3620 രൂപ. ഇനി എ ഡൊണാൾഡിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ഐറ്റത്തിൽ 25 രൂപ കിട്ടാനുണ്ട്. അതാണ് പറയുന്നത് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ലോൺ ടു എ ഡൊണാൾഡ്. എ ഡൊണാൾഡിന് നമ്മൾ 320 രൂപ ലോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് 25 രൂപ കിട്ടാനുണ്ട്. കിട്ടാനുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള അസറ്റുകൾ, നമ്മുടെ സ്വത്തുക്കൾ. ഇനി നമുക്ക് ബാധ്യത എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ക്യാപിറ്റൽ 5890 ഉണ്ട്. അതായത് മൂലധനം നമ്മളെ ബിസിനസ്സിൽ 5890 രൂപ ബിസിനസ്സിൽ അതിൻ്റെ ഓണർ മുടക്കിയിട്ടുണ്ട്. ഇനി അതിനോടുകൂടി നമുക്ക് 305 രൂപ ലാഭം കിട്ടിയത് കൂട്ടണം. 5890 രൂപ നമ്മൾ മുടക്കി ബിസിനസ് ചെയ്തപ്പോൾ നമുക്ക് ചിലവെല്ലാം കഴിഞ്ഞിട്ട് 305 രൂപ കിട്ടിയിട്ടുണ്ട് ലാഭം. അപ്പോൾ ആഡ് നെറ്റ് പ്രോഫിറ്റ് എന്താ പറയുന്നത്. അപ്പം അങ്ങനെ 6195 ഉണ്ട്. ഇനി അടുത്തത് ബിൽസ് പേയബിൾ, BP എന്നാണ് ബിൽസ് പേയബിൾ. അതായത് നമ്മൾ കടം വാങ്ങിയിട്ട് അവർക്ക് നമ്മുടെ ക്രെഡിറ്റേഴ്സിന് നമ്മൾ ഒരു ഡോക്യുമെൻ്റ് കൊടുത്തു, 390 രൂപ അയാളിൽ നിന്ന് 390 രൂപയുടെ സാധനങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നും പറഞ്ഞ് നമ്മളൊരു ഡോക്യുമെൻ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ബാധ്യതയാണ്, അത് നമ്മൾ കൊടുത്തില്ല. അപ്പോൾ അത് കൊടുക്കാനുണ്ടെന്നാണ് കാണിച്ചേക്കുന്നത്. ഇനി അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് നമ്മൾ 970 രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മുതലും പലിശ തിരിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ 970 രൂപ നമ്മൾ ബാങ്കിന് കൊടുക്കാനുണ്ട്. ഇനി അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നാണിത്. സൺട്രി എന്ന് പറഞ്ഞാൽ പല ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടം തന്നവർ. അപ്പോൾ പലരിൽ നിന്നായി നമ്മൾ 740 രൂപ കടം വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ബാധ്യതയാണ്, തിരിച്ചു കൊടുക്കണം. ഇനി വേജസ്, ദിവസക്കൂലി നമ്മൾ 68 രൂപ കൊടുക്കാനുണ്ട്. അത് കൊടുക്കാനുണ്ട്, അത് നമുക്ക് ബാധ്യതയാണ്. അതുപോലെ തന്നെ സാലറി 75 രൂപ കൊടുക്കാനുണ്ട്, അത് നമുക്ക് ബാധ്യതയാണ്. അപ്പം അങ്ങനെ ഈ വേജസും സാലറിയും കൂടെ കൂട്ടി 143 രൂപ നമ്മൾ കൊടുത്ത് തീർക്കാനുണ്ട്. അത് അടുത്ത വർഷം നമ്മൾ കൊടുക്കും, അടുത്ത ദിവസം കൊടുക്കും. ഇന്ന് ഈ 30/6/2020 കേസാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, മൂലധനത്തിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അത് ഈ 5890 രൂപയ്ക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം, അത് 295 വരും. അപ്പോൾ ഇവിടെ ഇത് ബാധ്യതകളെല്ലാം, ഇത് നമ്മുടെ അസറ്റ്. അപ്പോൾ ഇത് രണ്ടും 8733 വീതം വരും. അപ്പോൾ തുല്യമായ സ്വത്തിന് തുല്യമായ ബാധ്യതയുണ്ടെന്ന് ചുരുക്കം. ഇതാണ് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ മോഡൽ. ഇത് ഒരു സിമ്പിൾ മെത്തേഡാണ്, അത്രയും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു ട്രയൽ ബാലൻസ് ഒരു
പ്രത്യേക ഡേറ്റിൽ നമ്മുടെ കൈവശം കിട്ടിയാൽ ആ ട്രയൽ ബാലൻസിലുള്ള ഐറ്റവും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഐറ്റവും കൂടെ കൂടി ചേർത്ത് നമ്മൾ നമ്മളുടെ പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് ചുരുക്കം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. GM കോമേഴ്സിലേക്ക് സ്വാഗതം. അക്കൗണ്ടിങ് പഠിക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഇതിൽ ക്ലോസിങ് ആൻഡ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് നമ്മൾ കാണിക്കണം. അതെന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു അല്ലേ? അപ്പോൾ ആ ഡെബിറ്റ് ബാലൻസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് വേണം എഴുതാനായിട്ട്. അപ്പം ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വേണം ചെയ്യാനായിട്ട്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ബാലൻസ് 2950 ഉണ്ട്. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് ക്രെഡിറ്റ് കൊടുക്കണം, പകരം ഡെബിറ്റ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. അതാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ 2950 ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇനി പർച്ചേസസ് 8417 ഉണ്ട്. 8417 പർച്ചേസസ് ഉണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേനും ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട് എന്ന് കാണിക്കും. അപ്പം അത് ക്ലോസ് ചെയ്ത് ബാലൻസ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ക്യാരിയേജ് ഇൻവേഴ്സ് ആണ്. അതായത് ക്യാരിയേജ് ഇൻവേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എന്നാണ് കിടക്കുന്നത് അല്ലേ? ക്യാരിയേജ് ഇൻവേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോഴത്തേനും ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാരിയേജ് ഇൻവേഴ്സ് അക്കൗണ്ട്. ഇനി ട്രേഡ് എക്സ്പെൻസസ് നമ്മൾക്ക് ഇങ്ങോട്ട് വന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡ് എക്സ്പെൻസസ് അക്കൗണ്ട് എന്ന് എഴുതും. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നമ്മൾ ക്ലോസ് ചെയ്തു ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റി. അതായത് ഇതെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്, ഈ ഐറ്റംസ് എല്ലാം. അപ്പോൾ അതിന് ക്രെഡിറ്റ് കൊടുത്തു, പകരം ഡെബിറ്റ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കൊടുത്തു. ഇനി സെയിൽസ് ഉണ്ട്. സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നത് നമ്മൾ സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് എന്ന് പറയുന്നത് അത് നമ്മുടെ അസറ്റാണ്, അത് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിന് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്ലോസിംഗ് സ്റ്റോക്കിനെ ഡെബിറ്റ് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യുക. അപ്പോൾ സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഡെബിറ്റ് ചെയ്ത് ഇത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഈ എൻട്രി ശരിക്കും വന്നിട്ടില്ല നമുക്ക്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അപ്പം ഇത്രയും ഐറ്റംസ് നമ്മൾ അതാത് ലെഡ്ജർ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഇത് രണ്ടും. ഇനി അടുത്ത നമുക്ക് ഇത്രയും ഐറ്റംസിനെ, ഇതിനാണ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. ഇത്രയും ഐറ്റംസിനെ മാറ്റണം. സാലറീസ് അക്കൗണ്ട് 540 ആണ്. അപ്പോൾ ഈ സാലറീസ് അക്കൗണ്ട് 540 വന്ന ഇത് ഡെബിറ്റ് ബാലൻസ് അല്ല കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സാലറീസ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, എന്നെങ്കിൽ അത് ക്യാൻസൽ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു സാലറീസ് അക്കൗണ്ട് എന്ന് എഴുതി വെച്ചു. ഇനി നമ്മൾ ട്രേഡിംഗ് ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, അതും ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് അക്കൗണ്ട് എന്നാണ്. സാലറീസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് എന്നാണ് ഈ എൻട്രി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് അക്കൗണ്ട് എന്ന് കാണിക്കണം. ഇനി വേജസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. വേജസ് ഡെബിറ്റ് ബാലൻസിലാണ് കാണിക്കുന്നത്. വേജസ് ഡെബിറ്റ് ബാലൻസ് കാണിക്കുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു വേജസ് അക്കൗണ്ട്. അപ്പോൾ വേജസ് അക്കൗണ്ട് ക്ലോസ് ആയിപ്പോയി. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റം വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്നാണ് എൻട്രി പാസ്സാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോഴത്തേനും ഈ ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അക്കൗണ്ട്. ഇനി റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസ്, അപ്പോൾ നമ്മൾ ചിലവാക്കിയതാണ്. റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ
ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോഴത്തേനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസ് അക്കൗണ്ട് അന്നേരം അക്കൗണ്ട് ക്ലോസ് ആയിപ്പോയി. ഇനി ഡിസ്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് 210. അത് ക്ലോസ് ചെയ്യാനായിട്ട് അതിന് ക്രെഡിറ്റ് കൊടുക്കണം, പകരം ഡെബിറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് കൊടുക്കണം. അപ്പം ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് അക്കൗണ്ട് 210. ഇനി ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ഡെബിറ്റ് ആണ്, അത് നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് അത് ക്രെഡിറ്റ് ചെയ്യണം. അപ്പം ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ 190 ടു ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അക്കൗണ്ട് 190. ഇനി ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ആണ്, അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് 295 രൂപയുണ്ട്, അത് നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പം ഇൻട്രസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റവും ഡെബിറ്റ് ചെയ്യണം. അതായത് ട്രയൽ ബാലൻസിലെ ഡെബിറ്റ് ഐറ്റം കുറേ എണ്ണം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പോൾ ഡെബിറ്റ് എല്ലാം ക്രെഡിറ്റ് കൊടുക്കണം, കറസ്പോണ്ടിങ് ഡെബിറ്റ് ട്രേഡിംഗ് അക്കൗണ്ടിന് കൊടുക്കണം, അത് ട്രേഡിംഗ് അക്കൗണ്ടിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് കൊടുക്കണം. ഇനി റെൻ്റ് റിസീവ്ഡ് ഉണ്ട്. അപ്പോൾ റെൻ്റ് റിസീവ്ഡ് വരുമ്പോഴത്തേനും ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻ്റ് റിസീവ്ഡ് എന്നല്ല നമ്മൾ എൻട്രി എഴുതി വെക്കുന്നത്. അപ്പോൾ ഈ റിസീവ്ഡ് അക്കൗണ്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻ്റ് അക്കൗണ്ട്. ഇനി നമ്മൾ ഈ റെൻ്റ് അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പം അങ്ങനെ വരുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻ്റ് അക്കൗണ്ട്, റെൻ്റ് റിസീവ്ഡ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡെബിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് ക്രെഡിറ്റ് ആണ്, ഇതിനെ ഡെബിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. ഇത്ര മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് ചെയ്യണം, അതിന് അത് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഡെബിറ്റ് അതാത് അക്കൗണ്ടിൽ വരും. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റംസ് എല്ലാം ഡെബിറ്റ് ചെയ്യുക, എന്നിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്ന ഡെബിറ്റ് ഐറ്റംസിനെല്ലാം നമ്മൾ ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഡെബിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചേർക്കണം. ഇനി ക്രെഡിറ്റ് ഐറ്റം വന്നു കഴിഞ്ഞാൽ ഇതിന് ഡെബിറ്റ് കൊടുത്തുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഐറ്റം നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ കറസ്പോണ്ടിങ് ഐറ്റംസിന് ഇത് നമ്മൾ ഡെബിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഇത് ക്രെഡിറ്റ് ആയിട്ട് വരും. ഇതിനാണ് നമ്മൾ ക്ലോസിങ് ആൻഡ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം, ഇങ്ങനെ എൻട്രി എഴുതി വേണം ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ഓരോ ഐറ്റവും മാറ്റാനായിട്ട്. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.